നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി മുന്നണികളിലെ ഏറ്റവും മുൻനിര നേതാക്കൾ ഇറങ്ങുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിൽ പര്യടനം തുടങ്ങും. അതേസമയം പറവൂർ മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റ് ജില്ലകളിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരെ താരപ്രചാരകരാക്കി കളം പിടിക്കാനാണ് ഇപ്പോൾ NDA തയ്യാറെടുക്കുന്നതെന്നാണ് വിവരം. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മ മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങൾ നൽകും. അതുപോലെ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും അതുപോലെ BJP NDA സഖ്യത്തിൻ്റെ പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങളുമായി ഷെഫീദ് റാവുത്തറും നമുക്കൊപ്പം തത്സമയം തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ആദ്യം ദീപക് തർമ്മടത്തിലേക്ക്. ദീപക്, ഓരോ ദിവസവും മുഖ്യമന്ത്രിക്ക് ഒരുപാട് പരിപാടികളുണ്ടെന്നാണ് ഇത്തവണ നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഇടതുപക്ഷത്തിന്റെ സ്റ്റാർ ക്യാമ്പയിനർ ക്യാപ്റ്റൻ തന്നെയാണ് കളത്തിലിറങ്ങുന്നത്. ഇന്ന് അദ്ദേഹം മണ്ഡലത്തിൽ പഞ്ചായത്ത് തല പര്യടനത്തിലാണ്. ആദ്യം തന്നെ എല്ലാ പഞ്ചായത്തിലും CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അടിസ്ഥാനത്തിൽ ഒരുക്കുന്ന കൺവെൻഷനുകൾ. ഇന്ന് ആദ്യം പങ്കെടുക്കുന്നത് ധർമ്മടത്താണ്. ധർമ്മടം സൗത്ത് ലോക്കൽ, നോർത്ത് ലോക്കൽ, ഈ രണ്ട് കൺവെൻഷനുകൾ. അത് കഴിഞ്ഞ് മറ്റു പഞ്ചായത്തുകളിലേക്ക് പോകും. ഇതാണ് മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായുള്ള പ്രചരണ പരിപാടികൾ, പ്രചരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം നാളെ കേരളത്തിലാകെയുള്ള പ്രചരണത്തിന് നയിക്കുകയാണ്. ആദ്യം പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട കഴിഞ്ഞ് ഒരു ദിവസം 4 പൊതുയോഗങ്ങൾ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ക്യാമ്പയിൻ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ജനാവലിയെ ഒരുക്കിക്കൊണ്ട് കൃത്യമായി വികസന രാഷ്ട്രീയം പറഞ്ഞു പോവുക. മാത്രവുമല്ല, ഇക്കുറി ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് വികസനം, വികസനത്തിന്റെ തുടർച്ച, മറ്റൊന്ന് കരുതൽ, ക്ഷേമ പദ്ധതി, അതിന്റെ തുടർച്ച. ഇത് രണ്ടിനുമൊപ്പമാണ് കേരളത്തിലെ ജനത എന്ന് CPIM വിലയിരുത്തി. ഇന്നലെ മുഖ്യമന്ത്രിയുടെ അഭിമുഖ വേളയിലും ആ കാര്യം തന്നെയായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു പ്രസംഗമായിരിക്കും ഈ പൊതുയോഗങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാവുക. അതായത് എന്തുകൊണ്ട് മൂന്നാം ഭരണം ഇടതുപക്ഷത്തിന് കിട്ടണം, അത് കേരളത്തിന്റെ അനിവാര്യതയാണ്, വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന ക്യാമ്പയിൻ ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ SKN ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതായത് യഥാർത്ഥ ഇടതുപക്ഷക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ ഭരണ തുടർച്ചയ്ക്കെതിരാണ് എന്ന ഒരു ക്യാമ്പയിൻ സജീവമാണ്. പക്ഷേ എന്നാൽ ഈ നറേറ്റീവ് പ്രതിപക്ഷം ഉണ്ടാക്കുന്നതാണ്, BJP-യും കോൺഗ്രസും ഉണ്ടാക്കുന്നതാണ്. കാരണം ഭരണ തുടർച്ചയുടെ ഭാഗമായി അഴിമതി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വികസന തുടർച്ചയ്ക്ക്, മറ്റ് ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയ്ക്ക് ഇടതുപക്ഷം തുടരേണ്ടതുണ്ട് എന്ന ക്യാമ്പയിൻ ആയിരിക്കും എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രി പറയുക. SKN. താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, ശരിക്കും ഇന്ന് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ടല്ലോ. മറ്റു ജില്ലകളിലെ അദ്ദേഹത്തിൻ്റെ പര്യടനം എങ്ങനെയാണ്? SKN, UDF-ലെ ഈ പടലപ്പിണക്കങ്ങൾ, സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട പടലപ്പിണക്കങ്ങളൊക്കെ അവസാനിച്ച് UDF സജീവ ക്യാമ്പയിനുകളിലേക്ക് ഇറങ്ങുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് വി ഡി സതീശൻ തന്നെയാണ്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹം പ്രചരണ പരിപാടികൾ ആരംഭിക്കും. അതിനുശേഷം കളമശ്ശേരിയിലും പിന്നീട് തിരുവനന്തപുരത്തും ഒക്കെ അദ്ദേഹം ഇന്നെത്തി പ്രചരണം നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വലിയ പ്രതീക്ഷയിലാണ് വി ഡി സതീശൻ ഉള്ളത്. 100+ സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അതിൽ ഈ UDF-ലുണ്ടായ തർക്കങ്ങളൊന്നും തങ്ങളുടെ പ്രചരണത്തെ ബാധിക്കില്ല. അതിനെല്ലാം അപ്പുറത്താണ് LDF സർക്കാരിനോടുള്ള ജനവികാരം, അല്ലെങ്കിൽ അതിനെല്ലാം അപ്പുറത്താണ് വിരുദ്ധ വികാരം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് UDF-ന്റെ ആത്മവിശ്വാസം. അടുത്ത ദിവസം മുതൽ തന്നെ അദ്ദേഹം മണ്ഡലത്തിനപ്പുറത്തേക്ക് ഉള്ള ക്യാമ്പയിനുകളുടെ ഭാഗമായി പങ്കെടുക്കും. ആദ്യം പങ്കെടുക്കുന്നത് കളമശ്ശേരി മണ്ഡലത്തിലെ UDF-ന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട്, കൺവെൻഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എൽദോസ് കുന്നപ്പള്ളി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തലവേദന UDF-ന് സൃഷ്ടിച്ചിരുന്നു. സ്വതന്ത്രനായി അദ്ദേഹം മത്സരിക്കാൻ പോകുന്നെന്ന പ്രചരണമൊക്കെ നടത്തി. പക്ഷേ അതിനെല്ലാം അയവ് വന്നിരിക്കുന്നു. എൽദോസിന്റെ പിണക്കം മാറി. എൽദോസ് ഇന്ന് പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കളത്തിലിറങ്ങുകയാണ്. ഒക്കലിൽ നടക്കുന്ന മണ്ഡലം കൺവെൻഷനിൽ എൽദോസ് കുന്നപ്പള്ളി പങ്കെടുക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ അസംതൃപ്തിയുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് UDF ശക്തമായി മുന്നോട്ട് പോകുകയാണ്. പരമാവധി സീറ്റുകൾ ലഭ്യമാക്കുക, അതിൽ ഒരു തരത്തിലുള്ള കല്ലുകടിയും മുന്നണിക്കകത്തുണ്ടാക്കരുത്. അതിനുവേണ്ടി അങ്ങനെ നിൽക്കുന്ന ആളുകളെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവരെയും ഈ സംഘത്തിൻ്റെ ഒപ്പം ചേർത്ത് അവർക്കും പരമാവധി, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകൾക്കും പരമാവധി അവസരങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൺവെൻഷന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് UDF-ന്റെ ഒരു സ്ട്രാറ്റജി. അതിന്ന് ഔദ്യോഗികമായി തുടങ്ങുകയാണ്. SKN. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പം വിഷ്ണു സുരേഷാണ് ചേർന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് ഷെഫീദ് റാവുത്തർ ചേരുന്നു. മൂന്നാം മുന്നണി NDA-യുടെ പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങളാണ് ഷെഫീദ് റാവുത്തർ നൽകുന്നത്. പറയൂ ഷെഫീദ്.
ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി വലിയ ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് അവരുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ട് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രി, അതേപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള ആളുകളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം സജീവമാക്കിയിട്ടുണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമത്ത് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ എത്തിക്കാനുള്ള ചില ആലോചന ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം, പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളിൽ ഇതുവരെ അക്കാര്യം പറഞ്ഞിട്ടില്ലെങ്കിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രധാനമന്ത്രി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിലുള്ള സൂചനകൾ ബി.ജെ.പി നേതാക്കൾ തന്നതാണ്. അതേപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രിയും അതേപോലെ അമിത്ഷാ അടക്കമുള്ള ആളുകളും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം കുറിക്കുന്നതിന് കേരളത്തിലേക്ക് എത്തുകയും അവരുടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതേപോലെ തന്നെ മറ്റു കേന്ദ്രമന്ത്രിമാരെ അടക്കം മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അടക്കം എത്തിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കം നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, കാസർഗോഡ് ദില്ലി മുഖ്യമന്ത്രി, കണ്ണൂരിൽ മണിപ്പൂർ മുഖ്യമന്ത്രി എന്നിവരെത്തും. കൊല്ലം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ ഗോവ മുഖ്യമന്ത്രിയും പങ്കെടുക്കുമെന്നൊക്കെയുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അങ്ങനെ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ നേമം, അതേപോലെ തന്നെ വട്ടിയൂർക്കാവ്, കൂടാതെ പാലക്കാട്, തൃശൂർ, കാസർഗോഡ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കേന്ദ്രമന്ത്രിമാരെ കൂടുതലായി എത്തിച്ച അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.